പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. നാഥാ സമർപ്പിക്കുന്നു, എന്നെ സമർപ്പിക്കുന്നു, പൂർണ്ണമായർപ്പിക്കുന്നു, കാഴ്ചയായർപ്പിക്കുന്നു. കർത്താവായ യേശുനാഥ, ഞങ്ങൾക്ക് ഇന്നൊരു ദിനം തന്നതിനെ ഓർക്കുന്നപ്പാ. ഞങ്ങൾക്ക് ആവശ്യമായതെല്ലാം തന്നതിനെ ഓർത്ത് സ്തുതിക്കുന്നു. പ്രഭാതം മുതൽ ഈ കരുണയുടെ സമയം വരെ ഞങ്ങളെ എല്ലാവരെയും ദൈവത്തിൻ്റെ സംരക്ഷണത്തിലായിരിക്കാൻ തന്ന വലിയ സ്നേഹത്തിനായി നന്ദി പറയുന്നു. വീണ്ടും ഈ മണിക്കൂറിൽ അവിടുത്തെ സന്നിധിയിലായിരിക്കാൻ അവിടുന്ന് എന്നെ ഒരുക്കിയതിനായി നന്ദി പറയുന്നു. നാഥ, ഞങ്ങളെയും മക്കളെയും കുഞ്ഞുമക്കളെയും കർത്താവിൻ്റെ വീണ്ടും വരവ് വരെയുള്ള ഞങ്ങളുടെ തലമുറകളെയും സഹോദരങ്ങളെയും കുടുംബങ്ങളെയും ഞാൻ ഓർത്ത് പ്രാർത്ഥിക്കുന്നവരെയും അവരുടെ ആവശ്യങ്ങളെയും പ്രാർത്ഥനാ സഹായം ചോദിച്ചിരിക്കുന്നവരെയും ഇപ്പോൾ എന്നിലൂടെ ദൈവവാക്കുകൾ കേൾക്കുന്നവരെയും അവരുടെ കുടുംബങ്ങളെയും ഈശോയുടെ പാദതാരിൽ സമർപ്പിക്കുന്നു. പ്രത്യേകിച്ചും എൻ്റെ ഈശോനാഥ, 12-ാം തീയതി 4 മണിക്ക് നടക്കുവാനിരിക്കുന്ന ഞങ്ങളുടെ പുതിയ പള്ളിയുടെ ആശീർവാദത്തെ അവിടുത്തെ സന്നിധിയിൽ തരുന്നു. നല്ല കാലാവസ്ഥയെ നൽകി അനുഗ്രഹിക്കണമേ. ആലയത്തിലേക്ക് കടന്നു വരുന്ന ഓരോ മക്കളുടെ മേലും കർത്താവിൻ്റെ അനുഗ്രഹത്താൽ നിറയുവാനുള്ള വലിയ കരുണ അവിടെ നിന്ന് നൽകി അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ രൂപതാധ്യക്ഷൻ വിൻസെൻ്റ് സാമുവൽ പിതാവിനെയും പള്ളിയുടെ ആശീർവാദത്തിലേക്ക് കടന്നു വരുന്ന മറ്റ് അച്ഛന്മാരെയും ഇടവക വികാരിയെയും സഹവികാരിയെയും ഞങ്ങളുടെ പ്രിയപ്പെട്ട സിസ്റ്റേഴ്സിനെയും ഈ പള്ളിയുടെ പണിയിൽ അനുകൂലമായി നിന്ന എല്ലാ ഓഫീസർമാരെയും എൻജിനീയേഴ്സിനെയും കർത്താവിൻ്റെ പാദപീഠത്തിൽ സമർപ്പിക്കുന്നു. കർത്താവിൻ്റെ വലിയ കൃപ കൊണ്ട് ഇവരെ നിറയ്ക്കുകയും പരിശുദ്ധാത്മശക്തിയാൽ ഇവരെ നടത്തുകയും ചെയ്യുമാറാകണമേ. പണിക്കാരായി ദൈവം ഒരുക്കിയ ഓരോ മക്കളെയും സഹോദരങ്ങളെയും ഈ ആലയത്തിൻ്റെ ആവശ്യത്തിനായി ആരെല്ലാം പ്രവർത്തിച്ചോ അവരെ എല്ലാവരെയും അവരുടെ കുടുംബങ്ങളെ ഈശോയുടെ പക്കൽ തരുന്നു. അവിടുത്തെ കരുണയാൽ ഓരോ കുടുംബങ്ങളെയും അവിടെ നിന്ന് നിറയ്ക്കണമേ. പരിശുദ്ധാത്മാവിൻ്റെ കൃപയാൽ സംരക്ഷണത്താൽ പൊതിയുകയും ചെയ്യുമാറാകണമേ. ഈ കരുണയുടെ സമയം അവിടുത്തെ സന്നിധിയിൽ സമർപ്പിച്ച സകലത്തിൻ്റെ മേൽ അവിടെ നിന്ന് ഞങ്ങൾക്കായി ഒഴുക്കുന്ന സ്നേഹമാകുന്ന കരുണ നിറയ്ക്കണമേ. പണിക്കാർ ഉപേക്ഷിച്ച കല്ല് ഭവനത്തിൻ്റെ മൂലക്കല്ലായി തീർന്നതുപോലെ ആരാലും അറിയപ്പെടാത്ത സ്ഥലം ദൈവത്തിൻ്റെ ആലയമുയർത്തി അനേകം മക്കൾക്ക് പ്രാർത്ഥനയുടെയും കൂട്ടായ്മയുടെയും സ്നേഹത്തിൻ്റെയും ഒത്തൊരുമയുടെയും ഒരു ആലയം തന്നതിനായി നന്ദിയോടെ ഈ കരുണയുടെ സമയം പ്രാർത്ഥിക്കുന്നു. ആമേൻ. എന്നെ കേൾക്കുന്ന പ്രിയ സഹോദരങ്ങളെ, 12-ാം തീയതി നടക്കുന്ന ഞങ്ങളുടെ പള്ളിയുടെ ആശീർവാദത്തെ ഓർത്ത് പ്രത്യേകം പ്രാർത്ഥിക്കുക. നല്ല കാലാവസ്ഥയ്ക്കായി ഈശോയുടെ കരങ്ങളിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുക.